അപ്പോൾ രാജൻ തൃശ്ശൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ രാജൻ, ബിബിൻ്റെ ഒരു പ്രതികരണം ഒരുപക്ഷെ ശ്രീ രാജൻ അംഗീകരിക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, അതിൽ ഒരു കുറച്ചൊക്കെ കാര്യങ്ങളില്ലേ ശ്രീ രാജൻ? അല്ല, ഇതിലിപ്പോ കാര്യങ്ങളില്ലേ, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണല്ലോ. അപ്പോ ഇവരിൽ നിന്നും ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കണ്ടോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ചൂരൽമല സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം എന്ത് ചെയ്തു എന്ന് നമ്മുടെ കേരളീയര് നോക്കണ്ടേ? മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലെ അല്ലല്ലോ നമ്മളെ കേരളം. അപ്പൊ ആ കേരളീയരെ ശ്രദ്ധിക്കാതെ ഈ പറയുന്ന ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും പിന്നെ മുഖ്യമന്ത്രി ബഹിഷ്കരിച്ചു എന്നുള്ള ഒരു ആഗോള സംഭവമാക്കുക. പക്ഷേ ഈ മുഹമ്മദ് റിയാസിനെ എന്തുകൊണ്ട് പങ്കെടുപ്പിച്ചില്ല? അല്ല, കേന്ദ്രമാണ് പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് മുഹമ്മദ് റിയാസിനെ പങ്കെടുപ്പിച്ചില്ല? അതൊക്കെ ചോദ്യചിഹ്നമാണ്. ഇപ്പൊ ഈ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസോ പങ്കെടുത്തില്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് ചാണകങ്ങൾ വന്ന് പരിപാടിക്ക് ഗംഭീരാക്കിയത് ഞാനത് TV കണ്ടു. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞ നല്ലൊരു ശക്തമായ പ്രതിഷേധമാണ് ഈ പറയുന്ന മുഹമ്മദ് റിയാസ് ചെയ്തത്. അതിപ്പോ കേരളത്തിലുള്ള BJPയുടെ ഉന്നതരായ നേതാക്കന്മാര് അല്പം ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ട് കേരളത്തിലെ ഒരു മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല? അത് പ്രതിഷേധം തന്നെയാണ് മുഖ്യമന്ത്രി. അപ്പൊ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മരുമോനാണ്, അമ്മാനപ്പനാണ്. അതൊക്കെ ഈ പറയുന്ന ഊളത്തരം എന്ന് പറയേണ്ടി വരും. അതൊക്കെ ചാണസംഖ്യകൾക്ക് ചേർന്നൊരു സംഭവമാണ്. എനിക്കിതിൽ ഭംഗിയായിട്ടുള്ള പ്രതിഷേധം നമ്മൾ അറിയിക്കുന്നു. വേറെ ഒന്നും എനിക്ക് പറയില്ല. ശരി, അപ്പൊ അതാണ്. സന്തോഷ് കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. സന്തോഷേ, ഇത് സന്തോഷ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? 10,000 കോടി രൂപ നമ്മുടെ രാജ്യത്ത് വരുന്നു. വിവിധ മേഖലകളിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഉദ്ഘാടനം എന്ന് പറയുന്നത് ഒരു ദേശീയ പാതയുടേത് മാത്രമല്ല. 5,500 കോടി രൂപ ചിലവിടുന്ന BPCL കൊച്ചി റിഫൈനറി സ്ഥാപിക്കുന്ന പ്രൊപ്പല്ലർ പ്ലാന്റിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. പ്രതിവർഷം 4 ലക്ഷം ടൺ പോളിപ്രൊലിൻ പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ സെമി കണ്ടക്ടർ മേഖലയിൽ രാജ്യം പുരോഗതി കൈവരിക്കുന്നതൊക്കെ പ്രധാനമന്ത്രി. ഒപ്പം ഈ ദേശീയപാത 66 തലപ്പാടി ചെങ്കളം ഭാഗത്തെ 6 വരിപ്പാതയും കോഴിക്കോട് ബൈപ്പാസിൻ്റെ വെങ്ങളം രാമനാട്ടുകര 6 വരിപ്പാതയും ഒക്കെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പൊതുമരാമത്തിൻ്റെ മാത്രം ഇതല്ല. പക്ഷേ പൊതുമരാമത്ത് മന്ത്രിയെ കൂടി വിളിക്കാമായിരുന്നു, വേണമെങ്കിൽ വിളിക്കാമായിരുന്നു. പക്ഷേ അത് ഫലപ്രദമായി ചെയ്യുന്നതിന് പകരം അത് കുളവാക്കിയോ? തീർച്ചയായും ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളുണ്ടാവും, G. സുധാകരൻ. കാരണം ആ വീടിന്റെ അടുത്ത് പോലും ഓരോ പരിപാടി വെച്ചിട്ട് മുൻ പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ പോലും അദ്ദേഹത്തിന് വിളിച്ചിട്ടില്ല ഇതേ പാർട്ടി. അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് G. സുധാകരനായിരിക്കാം. പിന്നെ പൊതുമരാമത്ത് മന്ത്രിയിലെ ഏത് രാഷ്ട്രീയത്തിന്റെ വർഗീയത പേരിൽ വന്നാലും അയാളത് മന്ത്രിയാണ്, കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി. കാരണം തീർച്ചയായും വിളിക്കേണ്ടതാണ്. പിന്നെ ഈ നമ്മുടെ കേരള സംസ്ഥാനം തന്നെ പറയുന്നത് കേട്ടുന്ന കേരള സംസ്ഥാനമാണ് ഈ ദേശീയപാതയ്ക്ക് പണം കൊടുത്ത ഏക സംസ്ഥാനം. അതൊരിക്കലും അല്ല. മുംബൈ കൊടുത്തിട്ടുണ്ട്, മഹാരാഷ്ട്ര 27 കോടി കൊടുത്തിട്ടുണ്ട്, പഞ്ചാബ് 13 കോടി കൊടുത്തിട്ടുണ്ട്, ഗുജറാത്ത് കൊടുത്തിട്ടുണ്ട്, UP കൊടുത്തിട്ടുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആദ്യമായി കൊടുത്തത് കേരളമാണ്. അപ്പം ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുകയും കൂടി ചെയ്യരുത് ഞങ്ങൾ മാത്രമാണ് കൊടുത്തതെന്നുള്ളത്. മറ്റുള്ള സംസ്ഥാനങ്ങളും ഇതേപോലെ സാമ്പത്തികം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു രാഷ്ട്രീയത്തില് ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് അവിടെ എന്താണ് റോൾ ഉള്ളത്? ഒരു റോളും ഇല്ല. ഈ ഇവിടെ ഈ ഖജനാവിലേക്ക് വരുന്ന പണത്തിന്റെ നമ്മളെ സംസ്ഥാനത്ത് ചെലവാക്കുന്ന പണത്തിന് രാഷ്ട്രീയ പാർട്ടിക്ക് യാതൊരു റോളില്ല. അങ്ങനെയാണെങ്കിൽ KPCC പ്രസിഡന്റിനെ വിളിക്കാം, ഗോവിന്ദ മാഷെ വിളിക്കാം, ഇവരെയൊക്കെ വിളിക്കാലോ. ഇതൊന്നും വിളിക്കുന്നില്ലല്ലോ. ഇതൊക്കെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നുള്ള ഒരു ഇതും കൂടെ ചിന്തയും കൂടെ ഉണ്ട്. പിന്നെ നിറയെ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ വേറെ ആൾ നിൽക്കുന്നു. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ഗോപകുമാർ, ഈ നിങ്ങളുടെ പ്രസിഡന്റിനെ വിളിച്ചതിലാകട്ടോ ഇപ്പൊ ആളുകൾക്ക് അമർഷം. പാലക്കാടുകാരനാണ് ശ്രീ ഗോപകുമാർ. കേൾക്കുന്നില്ലേ? നമസ്കാരം. നിങ്ങളുടെ പ്രസിഡന്റിനെ എന്ത് അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് പരിപാടിക്ക്? അത് പറഞ്ഞോട്ടെ. അവരിപ്പോ ഒരു ചൊല്ലുണ്ട്, പഴഞ്ചൊല്ലുണ്ട്. മറ്റേ ശരിക്കും പറയാം, നമ്മള് ഈ ചാനലില് ഇതായ കാരണം കൊണ്ട് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അത് കാരണം കൊണ്ട് ആ പഴഞ്ചൊല്ല് മനസ്സിലായി കാണുന്നു വിചാരിക്കും. ഞാൻ ആ പഴഞ്ചൊല്ല് കരഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ നമുക്ക് പറയാതിരിക്കാം. ശരി, നമ്മൾ കരഞ്ഞു തീർക്കാന്ന് പറഞ്ഞു നിർത്തിയത്. അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഇതേമാതിരി എത്രയൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ മറ്റേ നമ്മളെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് രാജീവ് ചന്ദ്രശേഖരൻ എന്നത് സത്യമാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അയാളെ അഭിസംബോധന ചെയ്തത് എങ്ങനെയായിരുന്നു? എല്ലാവരും കണ്ടതല്ലേ, വാർത്തയില് ചാനലിൽ കണ്ടതല്ലേ?
മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി നിലവിലെ മന്ത്രിയെ ക്ഷണിക്കാതെ മുൻ മന്ത്രിയെ ക്ഷണിച്ചു എന്നൊക്കെയാ അവര് പറയുന്നത്. അല്ല, മുൻ മന്ത്രിയെ വിളിച്ചു. മുൻ മന്ത്രി എന്നുള്ള നിലയ്ക്കാണല്ലോ അത് തീരുമാനമായല്ലോ. ബിജെപിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അല്ലല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ടോപ്പ് ആള് മുഖ്യമന്ത്രിയാണ്, കേരള മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി വൈകുന്നേരത്ത് 12 മണിക്കോ ഇന്ന് രാവിലെ 9 മണിക്കോ അല്ല മുഖ്യമന്ത്രിക്ക് ഈ വിവരം കൊടുത്തിരിക്കുന്നത്. ആഴ്ചകളോളം സമയം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ PMOനോട് ആവശ്യപ്പെടായിരുന്നു, ഞാൻ വരണമെങ്കിൽ എന്റെ മരുമകൻ വരണം, അല്ലെങ്കിൽ ഞാൻ വരണമെന്നുണ്ടെങ്കിൽ മരുമകനായിട്ടുള്ള അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയല്ലേ നിങ്ങൾ? മരുമകൻ എന്ന് പറയുന്ന അദ്ദേഹവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. പക്ഷേ ഈ സംസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് പരിപാടിക്ക് വിളിക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ? മുഹമ്മദ് റിയാസ് എന്ന പേരുള്ള ഞങ്ങളുടെ പൊതുമരാമത്ത് മന്ത്രിയെ വിളിക്കണം, ഇന്ന ആൾക്കാരെ വിളിക്കണം, പ്രോട്ടോകോൾ പ്രകാരം ഇന്ന ആൾക്കാരെ വിളിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം മുഖ്യമന്ത്രിക്ക് പറയായിരുന്നു. ഇന്നലെ രാത്രി 12 മണിക്കല്ല കൊടുത്തിരിക്കുന്നത് ഈ വിവരം. അതൊന്ന്. പിന്നെ ആരൊക്കെ ഇവിടെ 2-3 ആൾക്കാർ പറഞ്ഞു, അത് മുഴുവൻ പറയാനുള്ള സമയം താങ്കൾ എനിക്ക് തരില്ലെന്നറിയാനുള്ള കാരണം കൊണ്ടാണ് ഞാനത് പൊതുജനങ്ങളുടെ പൈസ എടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യാണ്, പൊതുജനത്തിന്റെ പൈസയാണെന്നുള്ള ഉദ്ഘാടനം ചെയ്യുന്നത് പറയുന്നത്. ഇന്ന് തന്നെ ഇവർ ഉദ്ഘാടനം ചെയ്തെന്നുള്ള പൊതുപണം ഉപയോഗിച്ചിട്ട് കെട്ടിയ ഒരു കായിക ഭവൻ എന്ന് പറഞ്ഞ സംഭവം ഉദ്ഘാടനം ചെയ്തത്. അതിന് പടി കഴിഞ്ഞിട്ടാണ് ഇവർ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് 1-ാം നമ്പർ അജണ്ടയല്ല ഇവരുടെ. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് മനുഷ്യ കണ്ടില്ലേ? ആ ഉദ്ഘാടനം ഉദ്ഘാടനത്തിന്റെ ആ ബിൽഡിങ്ങിന്റെ അങ്ങനെ ഈ കായിക ഭവൻ എന്ന് പറഞ്ഞ സംഭവത്തിന്റെ ഉദ്ഘാടനത്തിനുള്ള സ്റ്റേജ് ആയിട്ടുണ്ടോ ബിൽഡിങ്? ഇല്ലല്ലോ. ഇതേമാതിരി തന്നെ നമ്മുടെ ഇതിന്റെ മുന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കണ്ണൂരിൽ വിമാനത്താവളം കെട്ടിയപ്പോ അതിന്റെ ഉദ്ഘാടനം കഴിച്ചില്ല. ഉദ്ഘാടനം കഴിക്കാണ്ട് പിണറായി വന്നിട്ട് ഉദ്ഘാടനം കഴിച്ചു. അത് ഉദ്ഘാടനം കഴിച്ചല്ലോ. കണ്ണൂരിലൊരു വിമാനം ഇറങ്ങിയെന്നും പറഞ്ഞല്ലേ പിന്നെ വിവാദമായത്. വിമാനം ഇറങ്ങിയത് പറക്കല നോക്കിയത്, ആദ്യത്തെ പറക്കൽ ടേക്ക് ഓഫ്, അല്ലാതെ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തിട്ടില്ല. വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം ഒന്ന് ആക്കാൻ നോക്കി എന്ന് പറഞ്ഞാണ് അത് വലിയ വിവാദമായത്. മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കാണ് സംസാരിച്ചത്. അങ്ങനെ ഇരട്ടത്താപ്പ് ഇപ്പൊ സന്തോഷ് വെള്ളരിക്കൊണ്ട് പറയുന്നുണ്ട് പന്തിയിൽ പക്ഷാഭേദം പാടില്ല. പന്തിയിൽ പക്ഷാഭേദം പാടില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ CPMന്റെ മന്ത്രിസഭയില് ഉള്ള മന്ത്രിമാരെ ഒഴിവാക്കിയില്ലേ? അല്ല, ആരോഗ്യമന്ത്രി ആയിരുന്നില്ലേ ശൈലജ? ഇദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഈ പൊതുമരാമത്ത് മന്ത്രി എന്ന് പറയുന്ന റിയാസിനെ ഇവര് മറ്റേ വർഗീയം പറഞ്ഞ് കയറ്റിയിട്ടാണ് ഇതിൽ സംസാരിക്കാൻ നോക്കുന്നത്. പലരും വർഗീയത പറഞ്ഞ് കയറ്റാൻ നോക്കുകയാണ്. അയാൾ മുസ്ലിം ആയതുകൊണ്ടാണ് ക്ഷണിക്കാത്തതെന്നുള്ളത്. അതൊക്കെ വെറുതെ. അപ്പൊ എങ്ങനെയാണ് ശൈലജ ടീച്ചർ എങ്ങനെയാണ് ഈ മന്ത്രിസഭയിൽ ഇല്ലാണ്ട് പോയത്? പന്തിയിൽ പക്ഷഭേദം ഇല്ലെങ്കിൽ പന്തിയിൽ പക്ഷഭേദം ഉണ്ടായിരുന്നോ? അല്ല, അത് അവരുടെ പാർട്ടിയുടെ തീരുമാനമല്ലേ ആരെ മന്ത്രിയാക്കണം. അപ്പൊ ഇത് കേന്ദ്ര പാർട്ടി ഇവർ തല കീഴ്പോട്ടും കാല് മേപ്പോട്ടും ആക്കി നിന്നാലും ഇവർക്ക് കേന്ദ്രത്തിൽ ഭരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം സത്യാവസ്ഥയാണ്. അപ്പൊ കേന്ദ്രം തീരുമാനിക്കും എന്ത് ചെയ്യണം. PMO തീരുമാനിക്കും. ഏത് PMO ആയിക്കോട്ടെ. CPMന്റെ PMO അവിടെ ഉണ്ടാവില്ല, PM ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? ശരി, ഓക്കെ, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായമൊക്കെ വ്യക്തമാണ്. ഓക്കെ, കറക്റ്റാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.